ഹലോ, ഹായ്. കർണാടകയിൽ സർക്കാർ നടപ്പിലാക്കിയ ആ ഒരു ബുൾഡോസർ രാജ്, അങ്ങനെ തന്നെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. ബുൾഡോസർ രാജും പിന്നെ യു പിയിൽ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജും തമ്മിൽ രണ്ടും ഒരുപോലെയാണോ, രണ്ടും വ്യത്യസ്തമാണോ എന്നൊക്കെയുള്ള ചർച്ചകളാണല്ലോ ഇപ്പം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് രണ്ടും വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാകും തീർച്ചയാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അത് രണ്ടും മോർ ഓർ ലെസ് സെയിം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യു പിയിൽ നടക്കുന്നത് ഒരു പണിഷ്മെൻറ്റ് പോലെയാണ്. ഒരു കേസോ കള്ളക്കേസോ ഉണ്ടായിട്ട് അതിലെ പ്രതികളാണെന്ന് ചിത്രീകരിക്കപ്പെട്ട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ വീടുകൾ പൊളിച്ച് നടത്തി അവരുടെ കൂട് നശിപ്പിക്കുക, ഷെൽട്ടർ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഉദ്ദേശം. ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ സർക്കാർ സ്ഥലം അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടുവിടുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ സർക്കാർ ഒരു നടപടി എന്നുള്ള രീതിയിലാണ് അതിൽ എല്ലാ സമുദായക്കാരും സമൂഹങ്ങളും അതിൽ ഭാഗവാക്കാണ്. പിന്നെ മറ്റേ സ്ഥലത്ത് അവിടെ റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ ഇതുണ്ടാവില്ല, പുനരധിവസിപ്പിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ പുനരധിവാസം സർക്കാർ ഉറപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ് വ്യത്യാസം പറയുന്നു. ഓക്കെ, അത് അംഗീകരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഇന്നലെ സിദ്ധരാമയ്യ പ്രസ്താവിച്ച കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ, അതായത് 5 ലക്ഷം രൂപ തരുന്നവർക്ക് പുനരധിവാസം ഉറപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ വീക്ക് എന്താണ് ഈ രണ്ട് ബുൾഡോസറുടെ നമ്മളെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെയാണെങ്കിലും, യു പിയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഈ നിരാലംബരായി പോകുന്നത്, അഗതികളാക്കപ്പെടുന്നത്, ഗതിയില്ലാത്തവരാക്കപ്പെടുന്നത് മനുഷ്യരാണ് അടിസ്ഥാനമായിട്ട്. അത് കാരണങ്ങൾ വ്യത്യാസപ്പെട്ടാലും ഇതിൻ്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ്. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ പുനരധിവാസം നടത്തും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പുനരധിവാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും എന്നിട്ട് സർക്കാർ അങ്ങോട്ട് അവരുടെ താമസം മാറ്റാനുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും അതിന് തയ്യാറാവാത്തവരെ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇതിനൊരു നീതി ന്യായം ഉണ്ടെന്ന് നമുക്ക് സമാധാനിക്കാം, വിശ്വസിക്കാം, ആശ്വസിക്കാം. പക്ഷേ ഇതിപ്പോൾ അതൊന്നുമല്ല നടക്കുന്നത്. ആദ്യമേ ഇവരെ പൊളിച്ച് നിരത്തുകയാണ്. ആരാണ്? ഇവർക്ക് ആധാർ കാർഡുണ്ട്, പിന്നെ റേഷൻ കാർഡുണ്ട്, അവർക്ക് തീർച്ചയായും ഇലക്ഷൻ ID കാർഡുണ്ട്, വോട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ജനവിഭാഗത്തെ ഒരു കൂട്ടം ആൾക്കാരെ ഇങ്ങനെ അങ്ങ് ഇവാക്യുവേറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പോലും കർണാടക സർക്കാർ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തുലാസിലിട്ട് തൂക്കിയാലും ഇതും മനുഷ്യത്വരഹിതമായ ഒരു പരിപാടി തന്നെയാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നലെ സിദ്ധരാമയ്യയുടെ പ്രസ്താവന ഇതിൻ്റെ കൂടെ കൂട്ടി വെക്കുമ്പോൾ അത് വലിയൊരു തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതാണ് ആ വിഷയത്തിൽ എൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു വിലയിരുത്തൽ.